ഞാനിങ്ങനെ വർത്തമാനം പറയുന്നതല്ലാതെ ഞാനങ്ങനെ ഒരു പ്രഭാഷകനായിട്ട് ഞാൻ അറിയപ്പെടുന്നില്ല. എൻ്റെ നാട്ടിൽ ഞാനൊരു മുണ്ടും മാടി കുത്തി എല്ലാ കല്യാണ വീടിലും തേങ്ങാപ്പാൽ പിയ്യാനും പച്ചക്കറിക്ക് മുറിക്കാനും രാവിലെ കുറച്ച് റബ്ബർ ടാപ്പ് ചെയ്യാനും പോകുന്നൊരു സാധാരണ മനുഷ്യനാകട്ടെ. പ്രകാശം ചൊരിയാൻ ജീവജാലങ്ങൾക്കൊന്നും കഴിയില്ല. ആ പ്രകാശം ചൊരിയാൻ കഴിവുള്ളവനായിട്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് കമാന്നൊരക്ഷരം മിണ്ടരുതെന്ന് പറയുന്നില്ലേ? കമാന്നൊരക്ഷരം മിണ്ടരുത്. കാക്ക കാക്കങ്ങ ചാച്ച ചാച്ചഞ്ഞ ടാട്ട ടാട്ടണ്ണ തഥ തഥന്ന പഫ പഫമ്മ. വ്യഞ്ജനത്തിൽ അവസാനം മാ, തുടക്കം ക. അതാ തുടക്കം മുതൽ അവസാനം വരെ കമാൻ ഒരക്ഷരം മിണ്ടരുത്. പ്രദേശത്ത് ആദ്യമായിട്ട് വരികയാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്, ചക്കിട്ടപ്പാറയൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ പറ്റി ഞാനും ഒരു കുടിയേറ്റ മേഖലയുടെ അടുത്തുള്ള ഒരാളാണ്. അതുകൊണ്ട് കുടിയേറ്റ മേഖലയുടെ പ്രത്യേകതകൾ, അതിൻ്റെ ശക്തിയും ദൗർബല്യവും സൗന്ദര്യവും ഒക്കെ എനിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ഈ മേഖലയിൽ വരുമ്പോൾ തന്നെ നല്ല മഴയത്താണ്. അതിൻ്റെ വന്യമായ എല്ലാ സൗന്ദര്യവും, കുടിയേറ്റ മേഖലയുടെ മലയോര മേഖലയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നല്ല മഴയത്ത് വരണം. റോഡ് നിറയെ വെള്ളം നിറഞ്ഞിട്ടുള്ള മഴയത്താണ് നല്ല സുഖമായിട്ട് ഒരു നല്ല പാട്ടും കേട്ട് മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു എന്ന പാട്ടായിരുന്നു ഞാൻ വരുമ്പോൾ പിന്നെ കോഴിക്കോട് ആകാശവാണിയിലെ പാട്ട്. ആ പാട്ടും കേട്ടിട്ട് ആ മഴയത്ത് വരുമ്പോൾ ഉള്ളൊരു രസമുണ്ടല്ലോ. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ വന്നപ്പോൾ രസകരമായ, പിന്നെ ഫാദറിൻ്റെ ഒരു സ്വീകരണം, അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുപോയി ഇരുന്ന് ചായയൊക്കെ അദ്ദേഹം തന്നെ കൈകൊണ്ട് ഒഴിച്ചു തന്നപ്പോൾ ജിൻവാൽജീൻ്റെ വെള്ളിക്കരണ്ടിയിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ബിഷപ്പിനെയാണ് ഞാൻ ഓർമ്മിച്ചത്. ഏത് പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ എന്ന നോവലിനെയാണ് ഓർമ്മിച്ചത്. പക്ഷേ ബിഷപ്പിന് തുല്യമായി അച്ഛനും, പക്ഷെ ഞാൻ കള്ളനല്ല കേട്ടോ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. വാക്ക് എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം, 5ാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് 5 പുസ്തകം പ്രകാശനം ചെയ്ത വിവരം എനിക്കറിയില്ലായിരുന്നു. എനിക്ക് വിത്ത് മാത്രമേ അറിയായിരുന്നു. അതിപ്പോൾ എത്തിയപ്പോഴാണ് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അറിയുന്നത്. ആ വിത്തും വാക്കും തമ്മിൽ എന്താണ് ബന്ധം? വാക്കുണ്ടാക്കിയത് വിത്താണ്, വിത്താണ് വാക്കുണ്ടാക്കിയത്. പ്രകാശം ചൊരിയാൻ ജീവജാലങ്ങൾക്കൊന്നും കഴിയില്ല. ആ പ്രകാശം ചൊരിയാൻ കഴിവുള്ളവനായിട്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യന് മാത്രമേ പ്രകാശം ചൊരിയൂ. അപ്പോൾ തീയും മനുഷ്യൻ്റെ ജീവനും ഫുള്ളായി മാറുന്നത് പ്രകാശം ചൊരിയുക. എന്താണ് ഈ പ്രകാശം ചൊരിയൽ? സ്നേഹം ഉത്ഭവിച്ചത് പങ്കുവെച്ചപ്പോഴാണ് സ്നേഹം ഉത്ഭവിച്ചത്. സ്നേഹം, സന്തോഷം, സ്നേഹം, 2 വാക്ക്. എപ്പോഴും പ്രസംഗം ക്ലാസ് നിർത്തുമ്പോൾ ജോസഫ് ജോൺ ജിസാർ പറയുന്നത് സന്തോഷം, സ്നേഹം എന്ന 2 വാക്കുകളായിരുന്നു. ആ വാക്ക് ഞാൻ കടമെടുത്തു. ഞാൻ എവിടെയും ആരെയും കണ്ടാൽ സന്തോഷം, സ്നേഹം എന്ന് പറഞ്ഞ് നിർത്തും. എന്നോട് 2 സ്ഥലം, എൻ്റെ വീടിൻ്റെ അടുത്ത് 40 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്താണ് 2 തവണ എന്നെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുപോയി നിർത്തിയത്. തോക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ കൊണ്ടുപോയി നിർത്തിയതാണ്. ഞാൻ 2 സ്ഥലത്തും ജയിച്ചപ്പോൾ എന്നോട് അവിടുത്തെ ആൾ പറഞ്ഞു, നീ എല്ലാവരെ കണ്ടാലും അവസാനം പറഞ്ഞ 2 വാക്കില്ലേ, അതിലാണ് എല്ലാവരും വീണുപോയത്. സന്തോഷം, സ്നേഹം. അതിൻ്റെ ഗുരു ഇവിടെയാണ്. അദ്ദേഹത്തിന് ഞാൻ നമസ്കരിക്കുക. മനസ്സിലായി? അദ്ദേഹം എപ്പോഴും സന്തോഷം, സ്നേഹം എന്ന് പറഞ്ഞിട്ട് നിർത്തുക. ആ വാക്കിൻ്റെ കരുത്ത് നോക്കൂ. ആ വാക്കിൻ്റെ 2 വാക്ക്, സന്തോഷം, സ്നേഹം എന്ന 2 വാക്കുകൾ ഞാൻ ഏത് ആളോട് വർത്തമാനം പറഞ്ഞാലും നിർത്തുമ്പം ഉപയോഗിച്ചപ്പോൾ അതിലുണ്ടായ എനർജി ചെറുതല്ല. ആ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി എന്തെന്ന്, വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന മാസ്മരിക ലോകമെന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പുസ്തകം. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി നേരിടുമ്പോഴും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഒരു വാക്കിലൂടെ, ഒരു പാട്ടിലൂടെ ഒരു ജീവിതം രക്ഷപ്പെട്ടെങ്കിൽ വാക്കെന്ന് പറയുന്നത് ദൈവമല്ലേ? ദൈവമാണ്. അത്തരത്തിൽ ആർക്കെങ്കിലും ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ് സെൻ്ററിന് കൊണ്ടുപോകുന്നതിന് പകരം ആ വീട്ടിൽ പോയിട്ട് ഈ പുസ്തകം ഒന്ന് വായിച്ചു കൊടുത്താൽ മതി. ഈ പുസ്തകം കൊടുത്താൽ പോരാ കേട്ടോ. പുസ്തകം കൊടുത്താൽ നമ്മൾ മലയാളികൾ ഭയങ്കര ഈക്കുക. പുസ്തകം ഉണ്ട്, എല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷെ വായിച്ചിരിക്കും, എന്തായാലും വായിക്കണം, വായിച്ചേ തീരും. പക്ഷെ വായിക്കില്ല, നോക്കണ്ട.
അതാണ് നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ചിന്തകൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നാണ്. നമ്മളെ ഭാരതത്തിന്റെ ബുദ്ധിയെ പറ്റിയിട്ട് ലോകം വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്കുന്നു ഉദിക്കുന്നു എന്നൊക്കെ പറയും. അത്രയും ബുദ്ധിമാന്മാരാണ്. എവിടെ പോയി നമ്മുടെ രാജ്യത്തിന്റെ ബുദ്ധി? നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ ഞാനിങ്ങനെ അന്വേഷിക്കും, നമ്മുടെ രാജ്യത്തിന് എന്തേ മഹാഭാരതം പോലുള്ള മഹാഗ്രന്ഥം എഴുതിയ നാട്ടിലൊരു നോബൽ സമ്മാനം കിട്ടാത്തത്? ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയോ? ഭാരതത്തിൽ ഗീതാഞ്ജലി, ടാഗോറിന്റെ ഗീതാഞ്ജലി. ഏറ്റവും ഒടുവിൽ കിട്ടിയ കൃതി ഏതാണെന്നറിയോ? ഗീതാഞ്ജലി തന്നെ. വേറെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? കിട്ടാത്തതിന്റെ കാരണം സിമ്പിളാണ്. വിദേശികളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഗീതാഞ്ജലിയുടെ നാട്ടുകാരല്ലേ നിങ്ങൾ, രവീന്ദ്രനാഥ ടാഗോറിന്റെ നാട്ടുകാരിലൊക്കെ അല്ലെന്നും അഭിമാനത്തോടെ പറയും. ഇന്ന് നമ്മൾ ഗീതാഞ്ജലി വായിച്ച എത്രയാളുണ്ടെന്ന് കൈവക്കിയാൽ 1 2 3 4 പേര്. 4 പേരാ. മറ്റുള്ളവർ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് വേറെ കിട്ടാത്തത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ അനുഭൂതി എന്തെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഗീതാഞ്ജലി വായിച്ചിട്ടാണ്. ദൈവത്തിൻ്റെ അനുഭൂതി അവിടെയാണ്, വാക്കിലാണ് ദൈവം. ആദിയിൽ വചനമുണ്ടായി, വചനം രൂപത്തോടു കൂടിയായി എന്ന് പറഞ്ഞിട്ടുള്ള ബൈബിൾ വചനവും ഓംകാരമായ പൊരുൾ ഒന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണ എന്ന ഹരിനാമകീർത്തനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വാക്കിന്റെ കരുത്തെന്തെന്ന് മനസ്സിലായി. എങ്ങനെയാണ് നാദം? ആദിയിൽ വചനമുണ്ടായി, ഒരു സിനിമ പാട്ട. ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അർത്ഥം പിടിയിട്ടില്ല. ഗീതാഞ്ജലി വായിച്ചപ്പോൾ ഒരു ഗീതകം, ആ ഗീതകം പോലെ നമ്മുടെ രാജ്യത്തിലുള്ള മനുഷ്യരുടെ ആന്തരികമായ ആനന്ദത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഒരു കവിത ഞാൻ വേറെ കേട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഭക്തജനങ്ങളിൽ മഹാഭൂരിപക്ഷം അത് വായിച്ചിട്ടില്ല. ഹേ മഹാപ്രഭു, ആരേ മഹാപ്രഭു? ജനഗണമന അധിനായകൻ. ടാഗോറിൽ എഴുതിയേ ജനഗണമന അധിനായക ജയഹേ എന്ന് പറഞ്ഞില്ലേ? ആ മഹാപ്രഭു. ആ മഹാപ്രഭുവിലെല്ലാം അടങ്ങി. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമുള്ള ദൈവമല്ല. ടാഗോറിന്റെ ദൈവം ഇന്ത്യയിലോ ഭൂമിയിലോ മാത്രമുള്ള ദൈവമല്ല. ഇപ്പൊ പ്രാദേശിക ദൈവങ്ങളായല്ലോ. പ്രാദേശിക ദൈവങ്ങളായി. എൻ്റെ നാട്ടിലെ ദൈവം വേറെ, ആ നാട്ടിലെ ദൈവം വേറെ എന്ന ചിന്തയിലേക്ക് മാറി. എന്നാൽ ടാഗോറിന് രാജ്യത്തിൻ്റെ അതിർത്തികളില്ല. ടാഗോറിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വിശ്വ പൗരനായിരുന്നു. അദ്ദേഹം പ്രഭുവിനോട് ചോദിക്കുക, അങ്ങയുടെ പാട്ട് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ, ഈ പ്രപഞ്ചം മൊത്തം അങ്ങയുടെ പാട്ടാണ്, പക്ഷെ അതുപോലെ പാടാൻ കഴിയുന്നില്ല എന്നതാണ് എൻ്റെ പരിമിതി. ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലീ, നിവൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലീക്കുന്നു ശിലകളെ ഈശ്വര ഗംഗാ സരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ, നിബദ്ധനിഹ ഞാൻ നിൻഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. ആ ഗാനമാണ്. അതുപോലെ പാടാൻ എനിക്ക് കഴിയുന്നില്ല, പക്ഷേ ആ പാട്ടിൻ്റെ കണ്ണിയിൽ ഞാനും ഉണ്ടല്ലോ, അതാണ് ആശ്വാസം. നിന്റെ ഗാനത്തിൻ്റെ നിരന്തമാകിയ വലയിൽ ഞാൻ നിബദ്ധനാണ്. ഞാനും ആ പാട്ടിൻ്റെ ഒരു രാഗമാണ്, ഞാനും ആ ഒരു രാഗമാണ് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. ഇതിനേക്കാൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പാട്ടേണ്. പക്ഷെ നമ്മളാരും വായിച്ചില്ല, മനസ്സിലാക്കിയില്ല, പഠിച്ചില്ല. കർക്കടക മാസത്തിൽ രാമായണം വായിക്കും,
കർക്കടകം 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം പറഞ്ഞ കൂട്ടിയ പിന്നെ അടുത്ത 10 മാസം ഒന്നും വായിക്കില്ല, ഒന്നും വായിക്കില്ല. ഇതാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചില്ല, സംവാദങ്ങൾ ഉണ്ടായില്ല. ദൈവം ഉണ്ടായത് ദർശനങ്ങളിൽ നിന്നാണ്. ദർശനമാണ് അടിത്തറ. പുസ്തകങ്ങളില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരു ദൈവത്തെയും കിട്ടില്ല. ദർശനം, വാക്കില്ലായിരുന്നുവെങ്കിൽ. ഇവിടുന്ന് വാക്ക്, ആ കാട്ടാളൻ ശബ്ദങ്ങളിൽ പലതും ആശയങ്ങൾ ഉച്ചരിച്ച് ശബ്ദത്തിനനുസരിച്ച് അവൻ അർത്ഥങ്ങൾ അവതരിപ്പിച്ചപ്പോൾ, അങ്ങനെ കാട്ടാളൻ അവതരിപ്പിച്ചപ്പോൾ ശബ്ദത്തിൻ്റെ പരിമിതി എന്താണെന്നറിയോ? ശബ്ദത്തിനൊരു പരിമിതിയുണ്ട്, അതുണ്ടാവുന്നിടത്ത് ഇല്ലാതാവുന്ന. ശബ്ദത്തിൻ്റെ പരിമിതി ഉണ്ടാവുന്നിടത്ത് ഇല്ലാതാവും. ഇപ്പം ഞാൻ പറയുന്നതല്ല, ഇപ്പം ഇവിടെ റെക്കോർഡ് ചെയ്യാൻ സംവിധാനം ഉള്ളത് കൊണ്ട് അവിടെ നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ല അപ്പോൾ തന്നെ ഇല്ലാതാവും. ഇതുകൊണ്ടാണ് കോടതിയിൽ എപ്പോഴും മാറ്റി പറയുന്നത്. പോലീസിന് മുമ്പ് പറഞ്ഞ എല്ലാം കളവാന്ന് കോടതി പറയാം. കാരണം പറഞ്ഞ അപ്പം തന്നെ മരിക്കും. അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഹലോ 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 എന്ന് പറഞ്ഞ് നിൽക്കില്ല. അതിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ ദേശകാല പരിമിതി, ശബ്ദത്തിൻ്റെ പ്രശ്നം. ഒരു ശബ്ദം ഇവിടുന്ന് ഞാൻ എത്ര ഉച്ചത്ത് പറഞ്ഞാലും ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിൻ്റെ അപ്പുറത്ത് പോവില്ല. അതാ പറയുന്ന സമയത്തിൻ്റെ അപ്പുറത്ത് പോവില്ല. സമയത്തെയും കാലത്തെയും മുറിച്ചു കടക്കാൻ, ആശയങ്ങളെ കൊണ്ടുപോകാൻ എന്തുണ്ട് മാർഗം? ആശയങ്ങളെ, കാലത്തിൻ്റെയും സമയത്തെയും മുറിച്ചു കടക്കാൻ എന്തുണ്ട് മാർഗം? ആ മാർഗം അന്വേഷിച്ചപ്പോഴാണ് കാട്ടാളൻ ഇങ്ങനെ നടക്കുക. എൻ്റെ മനസ്സിലുള്ള ആശയം കാലത്തിനും ദേശത്തിനും അപ്പുറത്ത് കൊണ്ടുപോകാൻ എന്താ മാർഗം? അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തത്. ആ തൂവലെടുത്തിട്ട് ആ കാട്ടാളൻ ചോദിക്കുക, എന്തിനാവോ ഏതിനാവോ? ഇത് മലയാളത്തിലല്ല ചോദിച്ചത്. ആ ചോദ്യത്തിന് ഭാഷയുണ്ടായിരുന്നില്ല. കാര്യമല്ലേ പ്രധാനം, വാക്ക് പിന്നെയല്ലേ ഉണ്ടായിരുന്നു. പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് ആരും പ്രസവിച്ചിട്ടില്ലേ? വേദന എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് വേദനിച്ചിട്ടില്ലേ? സന്തോഷം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് സന്തോഷിച്ചിട്ടില്ലേ? ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് അവതരിപ്പിക്കാൻ എന്താണ്? അതുകൊണ്ട് ഇവന്റെ മനസ്സിൽ എന്തിനാവോ ഏതിനാവോ ഈ തൂവൽ എനിക്ക് തന്നു. അപ്പൊ പക്ഷി ചിറകടിച്ച് ചിലക്കുമ്പോൾ തോന്നി തന്നോട് സംസാരിക്കുക. പക്ഷി, നിന്റെ ഈ തൂവല് മഷിയിൽ മുക്കി നിന്റെ ഉള്ളിലുള്ള ആ വികാരങ്ങൾ എഴുതാനുള്ള തൂലികയാണത്. തൂലിക. അപ്പൊ മഷിയിൽ മുക്കി എഴുതണം. മഷി എവിടെ? അപ്പൊ കദളിച്ചെടി കാറ്റത്തിങ്ങനെ ആടുമ്പോ കദളിച്ചെടി തന്നെ വിളിച്ചതാണെന്നാ വിചാരിച്ചത് ഇയാൾ. ഇങ്ങോട്ട് വാ. അങ്ങനെ സസ്യലതാദികൾ നമ്മളോട് സംവദിക്കുന്ന കണ്ടിട്ടുണ്ടോ? നമ്മളോട് സംസാരിക്കും. സസ്യലതാദികൾ സംസാരിക്കുന്നത് ഞാൻ മുസ്ലിം പള്ളികളിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. വാഴയില തക്ബീർ ചൊല്ലുന്നത് കാട്ടിക്കൊടുക്കണം. ഉമ്മാൻ്റെ മടിയിലിരുന്നിട്ട് കുട്ടി ചോദിക്കുക, ഉമ്മ എന്താ വാഴയിൽ ഇങ്ങനെ ആടിക്കോട്ടെ, എനിക്കെന്താ വില അല്ലേ? തീർന്നവിടെ. എന്നാ ഉമ്മ പറയാ, റംസാൻ മാസത്തിന്റെ പിറവി ആകാശത്ത് ചന്ദ്രക്കല ഉയരുന്നു. അപ്പോ വളൻ പൊളി പോലെ അമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകേളി ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലയുടെ ആട്ടത്തിൽ തക്ബീറിന്റെ താളമാണെന്ന് ഒരു ഉമ്മ പാടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരു ഭീകരവാദ സംഘത്തിലും അംഗമാവില്ല എന്ന് ഞാൻ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം എന്ന് ഞാൻ പള്ളികളിൽ പോയിട്ട് മദ്രസകളിലെ രക്ഷിതാക്കളോട് പറയാറുണ്ട്. ആ താളം പ്രകൃതിയുടെ താളം. അപ്പോൾ കദളിച്ചെടിയുടെ താളം കണ്ടിട്ട് തന്നെ വിളിച്ചതെന്ന് കരുതി കദളിച്ചെടി ഈ കാട്ടാളത്തിനോട് പറയാ, എൻ്റെ കറുത്ത കായ പിഴിഞ്ഞെടുത്തിട്ട് ആ തൂലിക മുക്കി എഴുത്. അതിനെഴുതാൻ കടലാസ് വേണ്ടേ? കടലാസില്ലല്ലോ. അപ്പൊ പൂതണക്ക് എന്ന് പറഞ്ഞൊരു മരമുണ്ട്. പൂതണക്ക്. ഈ മരത്തിന്റെ പ്രത്യേകത കിഴങ്ങിന്റെ തൊലി പൊളിക്കുമ്പോൾ പലയെട്ടി പൊളിച്ചെടുക്കാം. കിഴങ്ങുന്നതിൻ്റെ ഇവിടെ പറയാം. ഈ കിഴങ്ങിന് ചില നാട്ടിലെ ചില വാക്കുകൾക്ക് നെഗറ്റീവ് അർത്ഥം തെറിയ. അതുകൊണ്ട് എനിക്ക് ഈ കിഴങ്ങിന്റെ പേര് പറയാൻ പേടിയാണ്. ചില നാട്ടിൽ നെഗറ്റീവ് അർത്ഥം. അപ്പോ കിഴങ്ങിന്റെ തൊലി പൊളിക്കുമ്പോൾ പൊളിക്കാം. അത് ഉണക്കിയിട്ട് അതിലെഴുതിക്കോ. പൂതണക്കിന് സംസ്കൃതത്തിൽ പറയാ ബൂർജവൃക്ഷം. അപ്പൊ ബൂർജപത്രം എന്ന് പറയും. അതിലാണ് ഈ കാളിദാസൻ ശാകുന്തളം എഴുതിയത് ബൂർജപത്രത്തിലാണ്. അപ്പൊ കടലാസ് കിട്ടി ബൂർജപത്രം, മഷി കിട്ടി കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്തത്, തൂലിക കിട്ടി പക്ഷി കൊടുത്ത തൂവൽ.
അടുത്ത ചോദ്യമാണ് ഏറ്റവും പ്രധാനം. എന്താ എഴുതണ്ടേ? എന്താ എഴുതണ്ടേ? കാറ്റിനോട് പ്രപഞ്ചത്തോട് ചോദിച്ചപ്പോ ഇവിടുന്ന് ഒരു മറുപടി കിട്ടി. എഴുതേണ്ടത് എന്താണ്? അതാണ് സ്നേഹാക്ഷരങ്ങൾ എന്ന ONV കുറുപ്പിന്റെ കവിത. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി, ഇതിലും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ നീ എടുത്തുകൊള്ളുക. പറയൂ, ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. അക്ഷരങ്ങളുണ്ടായത് സ്നേഹത്തിനാണ്, തെറി പറയാനല്ല. പക്ഷേ അതിന്റെ ഉറവിടങ്ങളെല്ലാം നശിച്ചുപോയി. ഒടുവിലെ പക്ഷിയുമേതോ ശരമേറ്റ് ഹൃദയ നഭസ്സിൽ പിടഞ്ഞു വീഴെ. ഇടവഴിയോരത്തെ കദളിപ്പൂച്ചെടി നിന്നൊരിടവും ഇന്നെന്റെ മറവിയായി. ഒരു പ്രിയ ഭൂർജ വൃക്ഷവും ഏതോ പുരാണത്തിൻ ചിതൽ തിന്നൊരേട്ടിൽ പിഴുതടിഞ്ഞു. ഇനി എനിക്കെന്ത് തൂവൽ മഷിത്താളും എന്തു ഞാൻ ആർക്കായി കുറിച്ചിടണ്ടു. ഉത്തരം കേട്ടു എങ്ങു നിന്നോ എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ഉത്തരം കേട്ടു എങ്ങു നിന്നോ എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാക്കിലൂടെയാണ്. അക്ഷരങ്ങൾ, അർത്ഥമില്ലാത്ത അക്ഷരങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ അർത്ഥമുള്ള വാക്കുണ്ടായി. ആ അർത്ഥമാണ് വാക്കിന്റെ ശക്തി. ഉച്ചരിക്കുന്ന ശബ്ദമല്ല, അതിൻ്റെ ഉള്ളിലുള്ള മുഴക്കമാണ് വാക്കിന്റെ ശക്തി. വാക്ക് പറഞ്ഞോ പറഞ്ഞില്ലോ എന്നുള്ളതല്ല, പറഞ്ഞ കാര്യം മനസ്സിലായോ എന്നുള്ളതാ. നിങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട്, അല്ലയോ സപ്ലയർ, എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടുമെങ്കിൽ വിരോധമില്ലായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയാൽ സപ്ലയർ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇതേതോ മാനസിക രോഗി വന്നതാണ് അല്ലേ. വളരെ വടിയില്ല പറഞ്ഞു. എന്നാൽ എൻ്റെ നാട്ടിൽ ഹോട്ടലിൽ കയറിയാൽ ഒരക്ഷരമില്ലാതെയാണ് ഒരു ശബ്ദം പുറപ്പെടുവിക്കുക. ഉള്ള ചുടർമണൻ ഒറ്റ അക്ഷരമില്ല, സംഭവം കിട്ടി. അക്ഷരമില്ലാതെ സംഭവം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അത് ഉച്ചരിക്കുന്ന വാക്ക് എപ്പോൾ എങ്ങനെ ഉച്ചരിക്കുന്നു എന്നല്ല, ഒരു വാക്ക് ആ വാക്കിന് അർത്ഥം നിശ്ചയിക്കുന്നത് അത് പറയുന്ന ആളും അത് കേൾക്കുന്ന ആളും അത് പറയുന്ന സന്ദർഭവും അത് ഉച്ചരിക്കുന്ന ശബ്ദവും ചേർന്നിട്ടാണ് ഒരു വാക്കിന് അർത്ഥം നിശ്ചയിക്കുന്നത്. സന്ദർഭം മാറുമ്പോൾ അർത്ഥം മാറില്ലേ? അർത്ഥം മാറൂലേ? ഇപ്പൊ പോയാല് ആ പേരാമ്പ്രന്ന് മാനന്തവാടി ബസ് കിട്ടുമോ? ഒരാൾ പറഞ്ഞു കിട്ടും. ഇപ്പൊ തൊട്ടപ്പുറത്ത് ആ ഓട്ടോറിക്ഷക്കാരെ പറയും കിട്ടും കിട്ടും, രണ്ടാളും കിട്ടും എന്നാ പറഞ്ഞ. പക്ഷേ ശബ്ദം മാറിയപ്പോൾ അർത്ഥം മാറിയില്ലേ? കിട്ടും എന്ന് എഴുതാം, കിട്ടും എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ലല്ലോ. നിങ്ങളെല്ലാം രാവിലെയല്ലേ ഉണർന്നത്? എന്നാൽ ഞാൻ രാവിലെ ഉണർന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, രാവിലെ എന്ന് എഴുതാൻ പറ്റുമോ? ഒരു പയ്യൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, രാവിലെ എന്ന് എഴുതിയിട്ട് കടലാസ് കയറിപ്പോയി. അമർത്തിയെത്തി. മനസ്സിലായി? ശബ്ദം മാറുമ്പോൾ അർത്ഥം മാറും, സന്ദർഭം മാറുമ്പോൾ അർത്ഥം മാറും അല്ലേ? ഒരു 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 സിനിമ പാട്ടുണ്ടല്ലോ, കളവാണി നീ ആദ്യം കൺമുന്നിൽ വന്നപ്പോൾ അല്ലേ? കളവാണി, മധുരമായ വാക്കുകൾ പറയുന്നവളെ സുന്ദരി. ഇതേ വാക്ക് ഞാൻ അടുത്ത വാക്ക് മാറ്റട്ടെ. കളവാണി പറയുന്ന കാര്യങ്ങളെല്ലാമേ. കളവാണി പറയുന്ന കാര്യങ്ങൾ അർത്ഥം മാറിയില്ലേ? അപ്പോൾ ഒരു വാക്കിന് അർത്ഥം നിശ്ചയിക്കുന്നത് ഡിക്ഷണറി അല്ല. ഒരു വാക്കിന് അർത്ഥം നിശ്ചയിക്കുന്നത് പറയുന്ന ആളും കേൾക്കുന്ന ആളും പറയുന്ന സന്ദർഭവും പറയുന്ന ശബ്ദവുമാണ്. അതുകൊണ്ട് വാക്കെന്ന് പറയുന്നത് ഉൾമുഴക്കമുള്ളതാണ്. നമ്മൾ ഇന്ന് ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്.
പക്ഷേ ആ വാക്കിൻ്റെ ഉൾമുഴക്കത്തെ പറ്റി ചോദ്യം ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യം ഇത്രയും ബുദ്ധിമാന്മാരുണ്ടായിട്ടും എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് ഇല്ല. മാഷ് പറഞ്ഞു കേട്ടിട്ട് പോലും എന്താണത് എന്ന് ചോദിച്ചോ. എത്രയെത്ര പാട്ടുകൾ കേൾക്കുന്നു. ആ പാട്ടിൻ്റെ വിശേഷപ്പെട്ട ഒരു പുതിയ വാക്ക് കേട്ടാൽ എന്താണെന്ന് ചിന്തിച്ചോ. മധുരിപു ഭഗവാൻ മാനസമുരളി ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ലഹരിയിൽ ആന്തോളനം. ദോളനം. ഈ ആന്തോളനം എന്താ നീ പലരോട് ചോദിച്ചു. എന്താ ഈ ആന്തോളനം? ആന്തോളനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവസാനം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്. കിണറ്റിലെ വെള്ളം പറ്റിയല്ലോ, പഞ്ചായത്തിൻ്റെ ടാങ്കിൽ വെള്ളം ഇറക്കി, ഒരലോമിനി പാത്രത്തിൽ വെള്ളം നിറച്ചു. അപ്പോൾ തലയിൽ ആരെങ്കിലും പിടിച്ചു തരണം. അപ്പോൾ നമ്മളൊരു പഴയ മുണ്ടോ ലുങ്കിയോ തെരിയാന്ന് പറയുന്നത് തെരിയാക്കി വെച്ചിട്ട് ഇതെടുത്ത് തലയിൽ വെച്ചു. തലയിൽ വെച്ച് പാത്രവും വെള്ളം ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ കാലൊരു കല്ലുമ കുത്തി. അപ്പോൾ തലയിലെ പാത്രവും വെള്ളവും ആന്തോളനം. മനസ്സിലായില്ലേ? സിമ്പിളല്ലേ ആന്തോളനം എന്താന്ന്? മനസ്സിലായില്ലേ? ഓരോ വ്യക്തിയിലും ഒരു വാക്കിൻ്റെ ഉൾമുഴക്കമുണ്ട്. വെറുതെ ഒരു പേരില്ല. പേരിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ പുരാണത്തിൽ മഹാഭാരതത്തിൽ സു എന്ന് തുടങ്ങുന്ന ഒരു പേരുണ്ടായിരുന്നു. അവസാനം പക്ഷെ നമ്മളെല്ലാം കേട്ടത് ആ പേര് ദു എന്ന് തുടങ്ങുന്നതാണ്. എന്തുകൊണ്ടാണ്? സുയോധനൻ എന്നായിരുന്നു അച്ഛനും അമ്മയുടെ പേര്. പക്ഷെ നമ്മൾ അറിഞ്ഞത് ദുര്യോധനൻ എന്നാണ്. അതിൻ്റെ കാരണം അറിയാമോ? സുയോധനാകുമായിരുന്നു. അത് ദുര്യോധനാക്കിയതിൻ്റെ പിന്നിൽ അച്ഛനമ്മമാർക്ക് പങ്കുണ്ട്. എപ്പോഴും മകനെ പറ്റി കുറ്റം പറഞ്ഞ് വാക്കുകളാണ് സുയോധനെ നശിപ്പിച്ചത്. എപ്പോഴും ധൃതരാഷ്ട്രർ മകനെ വല്ലാതെ സ്നേഹിക്കും, പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ ഈ പുസ്തകത്തിൽ അതുണ്ട്. സുയോധനന്റെ കഥയല്ല, എപ്പോഴും കുറ്റം പറയുക. നമ്മുടെ കുമാരനൊരു ചൊല്ലുകുറിയില്ല, നന്മ വരുവാൻ ഒരു മനസ്സും അവനില്ല. എപ്പോഴും മക്കളെ പറ്റി കുറ്റം പറയുന്നവർ കണ്ടില്ലേ നമ്മുടെ രക്ഷിതാക്കൾ? എങ്ങനെയുണ്ട്? പഠിക്കുന്നുണ്ടാ? എന്ത് പഠിപ്പ്? മൊബൈലിൽ കളിയല്ലേ? സകല നാട്ടുകാരോട് പറയുന്ന ഭീകരരൂപികളായ അച്ഛനമ്മമാരെ കണ്ടിട്ടുണ്ടോ? മക്കളെ കുറ്റം നാട്ടുകാരോട് പറയാ. അത് മക്കളുടെ മുഖത്ത് നോക്കി പറയില്ല, നാട്ടുകാരുടെ മുന്നിൽ മക്കളെ അപമാനിക്കൂ. ധൃതരാഷ്ട്രർക്ക് കണ്ണില്ല. ധൃതരാഷ്ട്രർക്ക് ജന്മനാ കണ്ണില്ല. അദ്ദേഹത്തിന് വിവാഹാന്വേഷണത്തിന് പോയപ്പോൾ ഇയാളുടെ സ്വത്ത് മുതൽ കണ്ടിട്ട് കണ്ണ് പ്രശ്നമില്ല, പെണ്ണിനെ തരാമെന്ന് പറഞ്ഞു. ആര്? ഗാണ്ഡഹാറിലെ രാജാവ്. ഗാണ്ഡഹാർ അറിയില്ല? അഫ്ഗാനിസ്ഥാനിൽ അത് അന്ന് അറിയപ്പെടുന്ന ഗാന്ധാരം. ഗാന്ധാരത്തെ രാജാവ് സുബലൻ മകളായ ഗാന്ധാരിയെ അയച്ചു. കല്യാണ പന്തലിൽ കയറിയപ്പോഴാ തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന് തിരിച്ചറിവുണ്ടായത്. തന്നെ പറ്റിച്ചതിൽ പ്രതിഷേധിച്ചിട്ട് ഗാന്ധാരി മന്ത്രകൂടി പൊടിച്ചു ചൂണ്ടി അപ്പം തന്നെ കണ്ണ് കെട്ടി. അച്ഛൻ ജന്മനാ കാണായിട്ട് മക്കളെ, എന്നാൽ ഈ അമ്മയൊന്നും കാണണ്ടേ? 100 എണ്ണത്തിനെ പറ്റി ഒന്ന് ബാക്കിയായില്ല പുള്ളി വെക്കാൻ. സുയോധനൻ ദുര്യോധനായി, ദുശാസനായി, ദുശ്ശലയ. കാരണം ഈ മക്കളുടെ കണ്ണിലെ ആന്തരികമായ മുഴക്കം കാണാൻ അച്ഛനും അമ്മയും ഉണ്ടായില്ല. മക്കളുടെ കണ്ണിൽ നോക്കിയില്ല. അച്ഛന് കണ്ണില്ല, എന്നാൽ അച്ഛൻ്റെ കണ്ണാവണ്ടേ അമ്മ? പഴയൊരു പാട്ടിലില്ലേ, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ പാടുക, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ എന്ന് പറയണ്ട അമ്മ ഒരു ചെറിയ ഈഗോന്റെ പേരിൽ കണ്ണും കെട്ടി മരണം വരെ മക്കളെ കാണാതെ നടന്നു. 100 മരിച്ചു, അധർമ്മം ചെയ്തിട്ട് മരിച്ചു. എല്ലാ രക്ഷിതാക്കളും ഗാന്ധാരിയുടെ കഥയിൽ നിന്ന് പഠിക്കേണ്ടത് എന്താ? നിങ്ങളുടെ കണ്ണുകൾ, അതിൻ്റെ ശക്തി നിങ്ങളുടെ മക്കളുടെ കണ്ണിലേക്ക് ആവാഹിക്കാൻ തയ്യാറാവണം. ഓരോ വ്യക്തിയിലും ഒരു ഉൾമുഴക്കമുണ്ട്. പ്രതിജന ഭിന്ന വിചിത്രമാർഗികളാണ് നമ്മൾ. ഒരു വാക്കിൻ്റെ കരുത്ത് ഞാൻ പറഞ്ഞുതരാം. വിഷുപക്ഷിയുടെ പാട്ടുണ്ട്.
ആ വിഷുപക്ഷിയുടെ പാട്ടിന്റെ അർത്ഥം കൃത്യമായിട്ട് അതിന്റെ ആത്മാവ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ മലയാളക്കര എന്നെല്ലാ കാലത്തേക്കും മറക്കാവാത്ത ഒരു വ്രണമുണ്ട്. ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരു മധു എന്ന ചെറുപ്പക്കാരനെ അടിച്ചു കൊന്നില്ലേ? ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണത്. ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ആ അടിച്ചു കൊന്ന കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും വിഷുപക്ഷിയുടെ പാട്ടിന്റെ അർത്ഥം അറിഞ്ഞിരുന്നുവെങ്കിൽ കൊല്ലരുതെന്ന് പറയുമായിരുന്നു. എന്താ വിഷുപക്ഷിയുടെ പാട്ട്? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് പാടി ചെമ്പോത്ത് അല്ലേ? കൃഷി വിഷുക്കാലം എന്ന് പറഞ്ഞാൽ പുതുവർഷം തുടങ്ങുമ്പോൾ വയലിൽ വളവിടാൻ വേണ്ടിയിട്ടന്ന് യൂറിയും പൊട്ടാഷൊന്നും ഇല്ല. മരത്തിന്റെ തോല് അയച്ചിട്ട് കൊണ്ടിടാൻ അച്ഛൻ കൊമ്പത്ത്, വയൽ വൃത്തിയാക്കാൻ അമ്മ വരമ്പത്ത്, വീട്ടിലാളില്ല കള്ളം മുറ്റത്ത്. കള്ളം വന്ന് എന്തിനാ? സ്വർണവും വെള്ളിയും മോട്ടിക്കാനല്ല. കള്ളൻ ചക്കയിട്ടു കണ്ട മിണ്ടണ്ട കൊണ്ട തിന്നോട്ടെ. സിമ്പിളാ. കള്ളൻ ചക്ക പറിക്കുന്നത് ബിസിനസ് നടത്താനോ പണയം വെക്കാനോ അല്ലല്ലോ, വിശന്നിട്ട് തിന്നാനല്ലേ. അതിന്റെ പേരിൽ മിണ്ടണ്ട, പറയണ്ട, പരാതി കൊടുക്കണ്ട, കൊണ്ട തിന്നോട്ടെ. വിശന്നിട്ട് മോട്ടിക്കാം. മനസ്സിലായോ? വിശന്നാൽ മോട്ടിക്കാം, അത് ധാർമ്മികതയാണെന്ന് ഒരു വിഷുപക്ഷിയുടെ പാട്ട് ഒരു കവിയും എഴുതാത്ത ഒരു ജനതയുടെ വാക്ക് ഒരു തത്വശാസ്ത്രമായി ഉയർന്നു വന്ന് അതിന്റെ അർത്ഥം അറിഞ്ഞ ഒരുത്തനുണ്ടായിരുന്നുവെങ്കിൽ, വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ വായിച്ച ഒരുത്തനുണ്ടായിരുന്നുവെങ്കിൽ മധുവിനെ കൊല്ലുമായിരുന്നില്ല, കൊല്ലരുതെന്ന് പറയുമായിരുന്നു. എന്നാൽ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രത്തിൽ അവനെ അടിച്ചു കൊന്നില്ലേ? അതാണ് വാക്കിന്റെ ആത്മാവ്. അതാണ്. അതുകൊണ്ട് വാക്കിന്റെ ആത്മാവ് അച്ഛനും അമ്മയും മക്കളും വട്ടത്തിലിരുന്ന് നമ്മുടെ വീടുകൾ ഡെമോക്രാറ്റിക് ആയിട്ട് തിരിച്ചു പിടിക്കണം. യശസ് ദാനം ചെയ്തൊരമ്മയോട് അറിയാമോ? യശസ് ദാനം ചെയ്തൊരമ്മ. ആ അമ്മ ആണ് മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശ്രീകൃഷ്ണൻ എന്ന ദൈവത്തെ സൗന്ദര്യാത്മകമായി സൃഷ്ടിച്ചത്. യാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നു പാടുന്നേരം. ഇപ്പം പാട്ടങ്ങ് നിർത്തിയപ്പോൾ അമ്മ ചോദിച്ചു, എന്താ കണ്ണാ നിർത്തിയേ? അപ്പൊ കണ്ണൻ ഒരു ചോദ്യം, യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. എന്താ അമ്മേ? നിങ്ങളാണെന്ന് എന്താ മറുപടി പറയാ? തിരിച്ചു പോകുന്നില്ല. ഇതുപോലെ പഠിക്കാനൊന്നുമില്ലേ? ആ അമ്മ പറഞ്ഞു, അത് നിന്റെ ഓടക്കുഴലിൽ വിളി കേട്ടിട്ട് പിന്നോട്ട് പോകാൻ തോന്നാത്തത് കൊണ്ടാ കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നു വീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പറഞ്ഞു കൊടുത്ത ആ അമ്മ കണ്ണന്റെ യശസ് ദാനം ചെയ്തു. അതിങ്ങനെയാണ് അവർക്ക് പേര് വന്നത്, യശോദ. മനസ്സിലായോ? യശോദ എന്താന്ന്? ഇങ്ങനെ നമ്മുടെ എല്ലാ ദൈവങ്ങളുടെയും പുരാണങ്ങളുടെയും കഥാപാത്രങ്ങൾക്ക് പേര് വന്നത് വെറുതെയല്ല. ഒന്നിനും ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിലേക്ക് പോകാൻ കഴിയണം. പറഞ്ഞ അർത്ഥം കേൾക്കുന്നവന് ബോധ്യമായിട്ടുണ്ടോ എന്നാണ്. നിങ്ങളൊരു വിവാഹത്തിന് ക്ഷണിച്ചു, ഗംഭീര ഭക്ഷണം, എന്തൊക്കെ വിഭവങ്ങളാണ് അല്ലേ? നമ്മളെല്ലാം മരിക്കുന്നവരെ നമുക്ക് പല പേരുണ്ടെങ്കിലും മരിച്ച ഒരു പേരേ ഉള്ളൂ, ശവം, മയ്യത്ത്. കോഴി ഭാഗ്യവാനാണ്, മരിക്കുന്നവരെ കോഴിക്ക് ഒരു പേരേ ഉള്ളൂ. മരിച്ചാൽ എന്തെല്ലാം പേരാ? ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, എത്ര പേരാണ്. ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ഇഷ്ടം പോലെ തിന്നാം. പക്ഷെ ഒരാൾ ഒരു വാക്ക് മിണ്ടിയില്ല നിങ്ങളോട്, ഒന്നിരിക്കാൻ പറഞ്ഞില്ല. തിരിച്ചു വരുമ്പോ വയറ് നിറഞ്ഞെങ്കിലും തിന്ന കൂട്ടത്തിൽ ഒരു വേവാത്ത ചേനക്കഷ്ണം കൂടി തിന്നുപോയ പോലെ ഇവിടുന്നോ ചൊറിയും അല്ലേ? ചേനക്കഷ്ണം വേവാത്ത തിന്നുപോയ ചൊറിയും, പക്ഷെ മാന്താൻ പറ്റിയില്ല. എന്നാൽ മറ്റൊരു വിവാഹ വീട്ടിൽ പോയി, വളരെ ദാരിദ്ര്യമുള്ള വീട്ടിൽ, പരിമിതമായ വിഭവങ്ങൾ, ചെന്ന് കയറിയപ്പോൾ തന്നെ കൈ കൊടുത്ത് സ്വീകരിച്ചു കൊണ്ടുപോയി ഇരുത്തി, കുടുംബക്കാരെ പരിചയപ്പെടുത്തി, കൂട്ടത്തിലൊരു സെൽഫി എടുത്ത് എല്ലാം പറഞ്ഞ് ഭക്ഷണമായപ്പോൾ ഇരിക്കണം എന്ന് പറഞ്ഞു, എന്തൊക്കെ ആവശ്യമുണ്ട് പറയണമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഈ തിരക്കിനിടയിൽ ഇവിടം വരെ വന്നല്ലോ, സന്തോഷം, കുടുംബക്കാരോട് അന്വേഷണമൊക്കെ പറയണമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ നാവിലൂടെ വയറിലേക്കിറങ്ങിയ ആ ഭക്ഷണമാണോ നമ്മളെ സംതൃപ്തിപ്പെടുത്തിയത്? അവൻ്റെ നാവിലൂടെ എൻ്റെ മനസ്സിലേക്കിറങ്ങിയ വാക്കുകളാണോ നമ്മളെ സംതൃപ്തിപ്പെടുത്തിയത്? വാക്കുകളല്ലേ.
അപ്പൊ വാക്ക് ഭക്ഷണത്തെക്കാൾ കരുത്തുള്ളതല്ലേ? കരുത്തുള്ളതാണ്. ആ മാനസിക ഊർജം ചുറ്റുവട്ടത്തുനിന്ന് ശേഖരിക്കുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. ഭക്ഷണോർജം ശേഖരിക്കുന്നവനല്ല മനുഷ്യൻ, മാനസികോർജം ശേഖരിക്കുന്നവനാണ്. ആ ഊർജം ശേഖരിക്കാൻ വാക്കുകളെ ആവാഹിക്കാൻ വാക്കുകൾ കറന്നെടുക്കണം. നിങ്ങൾ ഒരാളെ നോക്കിയിട്ട് വാക്കുകൾ ഇങ്ങോട്ട് നല്ല വാക്കുകൾ തരണമെങ്കിൽ നിങ്ങളുടെ നോക്കും നിങ്ങളുടെ നിൽപ്പും നിങ്ങളുടെ വാക്കും പോസിറ്റീവായ അങ്ങനെ ഇങ്ങോട്ട് പോസിറ്റീവാകും. നമ്മൾ എന്താണോ ടാഗോറിന്റെ സാഹിത്യ ചിന്തയിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വമിച്ചിട്ട് ആ പ്രകാശത്തിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കാണുന്നതെല്ലാം തന്നെ, കേൾക്കുന്നതെല്ലാം തന്നെ. നമ്മുടെ ഇന്ന് അങ്ങോട്ട് പോകുന്ന പ്രകാശമാണ് തിരിച്ചു കിട്ടുന്ന പ്രകാശത്തിന് കരുത്ത് നിശ്ചയിക്കുന്നത്. നിങ്ങൾ നല്ല വാക്ക് വേണമെങ്കിൽ നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാവണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാവണം, ദൈവമേ കൈതൊഴാം കാക്കുമാറാവണം. പണ്ട് സ്കൂളിൽ പഠിച്ച വാക്ക് പ്രാർത്ഥനയാണ്. ആ നല്ല വാക്ക് നിങ്ങൾ കൊടുത്താൽ നല്ല വാക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇന്ന് വാക്കുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലെല്ലാം തെറി പറയാനും കുറ്റം പറയാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രം ഉപയോഗിക്കുക. പിന്നെ എന്തിനു വാക്ക്? സ്നേഹിക്കാനല്ലേ? സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്ത് പോകാം. കാലത്തിന്റെ അറ്റത്തേക്ക് പോകാനുള്ള തോണിയാണ് ഈ ഭവസാഗരത്തിലൂടെ നീന്താനുള്ള തോണിയാണ് സ്നേഹത്തിൻ്റെ തോണി. ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ വമിക്കുന്ന നമ്മുടെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കാൻ ഈ പുസ്തകം നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളും പോയിരിക്കും. അത് കരുത്താവും. ഇത് വെറുതെ വായിച്ചാൽ പോരാ, വായനയുടെ 10 ഘട്ടങ്ങളിലൂടെ കടക്കണം. അതും പറഞ്ഞ് ഞാൻ നിർത്തുക. വായനക്ക് 10 ഘട്ടങ്ങളുണ്ട്. 1 തോന്നണം എന്നതാണ്. വായിക്കാൻ തോന്നണം. പുസ്തകം കിട്ടാഞ്ഞിട്ടല്ല, തോന്നണം. തോന്നണമെങ്കിൽ ഞാൻ മനുഷ്യനാണെന്ന് വിചാരമാണ്. മനുഷ്യനാവാൻ വായന നല്ലതാ. തോന്നണം. 2 അന്വേഷണം. ലോകത്തിലുള്ള സകല പുസ്തകവും ഒരു ആയുസിനുള്ളിൽ വായിച്ചു തീർക്കാൻ പറ്റുമോ? എനിക്ക് പറ്റിയത് എന്താണെന്ന് അന്വേഷിക്കണം. ഏത് പുസ്തകമാണ്? 3 വാങ്ങണം. പുസ്തകം 3 വിധത്തിൽ വാങ്ങാം. 1 പണം കൊടുത്ത് വാങ്ങാം, 2 സമ്മാനമായിട്ട് വാങ്ങാം, 3 വായ്പ വാങ്ങാം. പണം കൊടുത്ത് വാങ്ങാൻ ഈസ്റ്ററിനും വിഷുവിനും ഓണത്തിനൊക്കെ പെരുന്നാളിനൊക്കെ ഒരു 5-10,000 രൂപേൻ്റെ സാധനം ടൗണിൽ പോയിട്ട് വാങ്ങും. ഒരു 100 രൂപേൻ്റെ പുസ്തകം വാങ്ങുന്ന ശീലം നമുക്കുണ്ടാവും. പഠിക്കുന്നൊരു കുട്ടിയുണ്ടല്ലോ വീട്ടിൽ. നിങ്ങൾ തിന്നാൻ വാങ്ങിയ സാധനം പിറ്റേന്ന് ഫ്ലഷ് അമർത്തിയപ്പോൾ പാതാളത്ത് പോയി. എന്നാ പുസ്തകം അവിടെ കിടക്കൂലേ? പൈസ കൊടുത്ത് പുസ്തകം വാങ്ങാൻ ശീലിക്കും. അത് നഷ്ടമല്ല. 2ാമത് സമ്മാനം. കുട്ടികളുള്ള വീട്ടിൽ പോകുമ്പോൾ ബേക്കറി വാങ്ങിയിട്ട് പോകേണ്ട ആലോചിച്ചിട്ടാ പലരും കുടുംബ വീട്ടിൽ പോകാത്ത. നല്ല ചിലവാണ് ബേക്കറിക്ക്, വലിയ വിലയാണ്. അതുകൊണ്ട് അത് ആലോചിച്ചിട്ടാണ് പോകാത്തത്. അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള ബേക്കറി സാധനം ഈ കപ്പ വറുത്തും അച്ചപ്പുമാണ്. കാരണം ചെറിയ തൂക്കത്തിന് സഞ്ചിക്ക് നല്ല വിലപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ കെട്ടുകൊണ്ടേ തോന്നിക്കോ. ആ കൂട്ടത്തിൽ ഒരു 100 രൂപേൻ്റെ പുസ്തകം വീട്ടിലെ ഒരു കുട്ടിക്ക് ഒരു കവിതാ പുസ്തകം, ഒരു കഥാപുസ്തകം കൊണ്ടുകൂടെ സമ്മാനം. ഇപ്പം A+കാർക്ക് മരപ്പല കൊടുക്കുന്നതിൻ്റെ തിരക്കാണ്. മരപ്പലയോട് മരപ്പല അല്ലേ കുപ്പിച്ചില്ല. അതിന് പകരം ഒരു പുസ്തകം കൊടുത്താൽ എന്താ? 3 വായ്പ വാങ്ങാം. ബാങ്കിൽ പോയിട്ട് വായ്പ വാങ്ങിയാൽ മുതലും തിരിച്ചടക്കണം, പലിശയും തിരിച്ചടക്കണം. എന്നാൽ മുതൽ മാത്രം തിരിച്ചടക്കുന്ന ഒരു വായ്പയുണ്ട്, പലിശ ഇങ്ങോട്ടും തരും. അതാ ആ സംഘമാണ് ഗ്രന്ഥശാല സംഘം. അവിടെ പോയാൽ പുസ്തകം വാങ്ങിയാൽ അതിൻ്റെ അനുഭൂതിയും അറിവും പലിശയായിട്ട് ഇങ്ങോട്ട് തരും. പുസ്തകം മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 3 പുസ്തകം വാങ്ങണം. സമ്മാനം വാങ്ങാം, പണം കൊടുത്ത് വാങ്ങാം, വായ്പ വാങ്ങാം. 4 എന്തായിരിക്കും? വാങ്ങിക്കഴിഞ്ഞാൽ അല്ല വായിക്കണമെന്നല്ല, അതിൻ്റെ ഇടയിൽ ഒരു പണിയുണ്ട്. അത് ചെയ്യാത്തതുകൊണ്ടാണ് വായിക്കാത്തത്. തുറക്കണ്ടേ? ഇത് തുറക്കൂലെന്ന് ആ വായിക്കും. അടുത്ത ഞായറാഴ്ച തുടങ്ങും തീരുമാനിക്കും. ഞായറാഴ്ചയും നടക്കൂല, തിങ്കളാഴ്ചയും നടക്കൂല. കിട്ടിയ ഒട്ടനം തന്നെ ഒന്ന് തുറക്കുക. മനസ്സിലായോ? തുറക്കണം. 5 വായിക്കണം. പകുതിയായി, വായനയുടെ പകുതിയായി. 6 വിചിന്തനം. പുസ്തകം വായിച്ചിട്ട് വെറുതെ വിടാനല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് വിചിന്തനം. 7 വിശകലനം. ചിന്തിച്ചാൽ പോരാ, ഇതിലെന്തുണ്ട്, ഇതെൻ്റെ ജീവിതത്തിൽ പറ്റുമോ, ഇത് നാട്ടിലിങ്ങനെ ഉണ്ടോ. 8 സംസ്കരണം. പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം ഒന്നും എടുക്കണ്ട.
നമുക്ക് ആവശ്യമുള്ളെടുക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. കരിമ്പ് സംസ്കരണം കണ്ടിട്ടില്ലേ? ആവശ്യമില്ലാത്ത ചണ്ടി ഒഴിവാക്കി നീരെടുക്കുന്നില്ലേ? അതുപോലെ നമുക്ക് ആവശ്യമുള്ളെടുത്ത് ആവശ്യം, ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി, അതാണ് സംസ്കരണം. 9ാമത്തത് ഓർമ്മിക്കണം. വായിച്ച കാര്യങ്ങൾ ആവശ്യത്തിന് ജീവിതത്തിലും സംസാരത്തിലും ചിന്തയിലൊക്കെ ഓർമ്മിച്ചെടുക്കണം. 10 പ്രതികരണം. വായിക്കുന്നതിന് മുമ്പും വായിച്ചതിന് ശേഷം ഒരു മാറ്റമില്ല, പിന്നെ എന്തിനു വായിക്കും? ജീവൻ ടോൺ പണ്ട് പരസ്യം ഉണ്ടായിരുന്നു, കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷം. അതുപോലെ പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളും പുസ്തകം വായിച്ചതിന് ശേഷമുള്ള നിങ്ങളും മാറ്റത്തിനൊരു ഉദാഹരണം പറയട്ടെ. എൻ്റെ നാട്ടിൽ കശുമാങ്ങയുടെ ഏരിയ ആയിരുന്നു, കശുവണ്ടിയുടെ. അവിടെ കശുമാങ്ങ അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് 4 ദിവസം കഴിയുമ്പോൾ മൂത്ത് വരും. അതിൻ്റെ മേലെ ഒരു അരിപ്പച്ചട്ടിയും വെച്ച് അതിൻ്റെ മേലെ ഒരു തട്ടും വെച്ച് വെള്ളം തിളപ്പിച്ചാൽ നല്ല കശുമാങ്ങേൻ്റെ ചാരായം ഉണ്ടാക്കും. അതിനിഷ്ടം പോലെ ചാരായം ഉണ്ടാക്കുന്ന സംഘങ്ങളുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അന്ന് പശുവിനെ കൊണ്ടുപോകുന്ന കുട്ടികൾക്കെല്ലാം ഈ എക്സൈസുകാർ പിടിക്കുന്നതിന് ഈ കുട്ടികൾക്ക് ഡെയിലി 5 രൂപ കൊടുത്തിട്ട് ഇതിൻ്റെ ഈ വെള്ളം ചൂടാകുമ്പോൾ അത് മാറ്റി കൊടുക്കണം. ഈ ആവി തണുക്കാൻ വേണ്ടി ഇതിൻ്റെ മേലെയുള്ള വെള്ളം മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്താൽ ഈ ആവി താഴത്തേക്ക് തട്ടിലേക്ക് വിറ്റും. 5 രൂപയും കൊടുത്തിട്ട് കുട്ടികളെ നിർത്തും. എന്നാൽ കുട്ടികളെ പിടിക്കാൻ പറ്റില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. മിക്ക കുട്ടികളും സ്കൂളൊന്നും പോവാതെ ഈ 5 രൂപക്ക് വേണ്ടി അവിടെ നിൽക്കും. അങ്ങനെ ഒരു കുട്ടി എല്ലാ ദിവസവും 4 പശുവിനെയും തെളിച്ചിട്ട് കാട്ടിലേക്ക് പോവും. എന്നിട്ട് പ്രധാന ജോലി ഇതിന് കാവൽ, ഈ മദ്യം മാറ്റുന്നതിന് കാവൽ നിൽക്കലാണ്. അങ്ങനെ ഇരിക്കെ ആ കുട്ടി പോകുമ്പോൾ ഒരു ദിവസം അവിടെയുള്ള കൃഷ്ണമാരാർ എന്ന് പറഞ്ഞ ഒരാൾ ആ കുട്ടിക്ക് വിക്രമാദിത്യ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നീ ആടെ വെറുതെ ഇരിക്കരുത്, ഒന്ന് വായിച്ചു നോക്കുന്നത്. വായിച്ചപ്പോൾ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി. ആ പുസ്തകവും വായിച്ചു കഴിഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് അടുത്ത പുസ്തകം കൊടുത്തത് ഇറ്റാലിയൻ നോവലിസ്റ്റായ എദിലിയൻ വോയിനിച്ചിൻ്റെ ഗാഡ് ഫ്ലൈ എന്നൊരു പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്, കാട്ടുകടന്നൽ. ഈ പുസ്തകം ആ കുട്ടിക്ക് കൊടുത്തു. ആ കാട്ടുകടന്നൽ എന്ന പുസ്തകം വായിച്ച് കുട്ടി അടിമുടി മാറി. അവൻ വാറ്റുകാരുടെ കൂടെ പോന്ന് നിർത്തി. അവൻ കൃത്യമായി സ്കൂളിൽ പോകാൻ തുടങ്ങി, വായനയിലേക്ക് പ്രവേശിച്ചു. അവൻ ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായി. ആ നാട്ടിലെ മുഴുവൻ വ്യാജമദ്യവും നിർത്തിച്ചു. അവിടെ മദ്യപിക്കാത്ത 60 ചെറുപ്പക്കാരുടെ ഗായക സംഘം ഉണ്ടാക്കി. ഈ ഒരു പുസ്തകമാണ് അവനെ മാറ്റിയത്, ഒറ്റ പുസ്തകം. ആ കുട്ടിയുടെ പേര് VK സുരേഷ് ബാബു എന്നാണ്. ആ പുസ്തകമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. ആ പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പുസ്തകം വായിച്ചാൽ അതിൻ്റെ മാറ്റം, പ്രതികരണം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പം ആലോചിച്ച് നോക്കുക. ഈ 10 ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുക. ഈ പുസ്തകം എടുത്തുകൊണ്ടുപോയി നോക്കൂ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, ഉറപ്പ്, ഗ്യാരണ്ടി. അത് മറ്റു പലരും പറയുന്ന ഗ്യാരണ്ടി ഒന്നുമല്ല, ഞാൻ പറയുന്ന ഇത് ഗ്യാരണ്ടി, ഉറപ്പായ ഗ്യാരണ്ടി. മനസ്സിലായോ? അതുകൊണ്ട് അത്തരത്തിൽ ഈ വാക്ക് നിങ്ങൾ വാങ്ങിയാൽ പോലെ അത് ഉപയോഗിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉൾമുഴക്കമായിട്ട് ഈ വാക്ക് മാറട്ടെ. അങ്ങനെ ഇനിയും ഏറെ പുസ്തകങ്ങൾ എഴുതി അത് മനുഷ്യ സമൂഹത്തിൻ്റെ പോസിറ്റീവ്നെസ്സിന് കൂടുതൽ ഉപകാരപ്രദമാകുന്ന പുസ്തകങ്ങൾ എഴുതാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ സജി നരിക്കുഴിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക്, ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അതിമനോഹരമായി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. എനിക്ക് വളരെ സന്തോഷം, ജോസഫ് ജോൺ സാറിനെ മുന്നിലിരുത്തിയിട്ട് പ്രസംഗിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. ഇത്ര നേരം എന്നെ കേട്ടതിന് നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു.